ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഞാൻ ഇന്നൊരു ഉപ്പുമാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതങ്ങ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കടായി വെച്ചു, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാക്കാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ അതിലോട്ട് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം, അവിടെ കരിച്ച് കളയാണ്ട് മുരിക്കണേ. അപ്പോൾ നമ്മളെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മളെ ഇഞ്ചിയൊക്കെ ഒന്ന് റെഡി ആയപ്പോൾ അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ക്യാരറ്റ്, അതേപോലെ കുറച്ച് ബീൻസും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മളെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് ഒരു മുക്കാൽ വേവാവട്ടെ കേട്ടോ. പിന്നെ ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി നമുക്ക് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഈ പച്ചക്കറിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, തിളപ്പിച്ച് വെച്ച വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്, പച്ചവെള്ളം അല്ല കേട്ടോ. പച്ചവെള്ളം പറ്റുന്നോ നമ്മൾ ഇതിൽ ഒഴിവാക്കുന്നതായിരിക്കും നല്ല, ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളെ ഉപ്പുമാവിന് നമ്മൾ എത്രത്തോളമാണ് ഉപ്പുമാവ് വേണ്ടതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വറുത്ത റവയാണ് എടുക്കുന്നത്. അപ്പോൾ വറുത്ത റവയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും നമ്മൾ ഉപ്പുമാവ്. അപ്പോൾ നമുക്കിനി കുറച്ച് റവ ഒന്ന് ഇതേപോലെ കുറച്ച് ഇട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്, മറ്റേ കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടും ഇരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഒരുപാട് ഇങ്ങനെ പൊടി പോലത്തെ ഉപ്പുമാവല്ല കേട്ടോ ഇഷ്ടം. ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന സൈസ് നല്ല കട്ടയായിട്ടുള്ളൊരു ഉപ്പുമാവുണ്ടല്ലോ, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ ഉപ്പുമാവൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്ന് തട്ടിപ്പൊത്തി മൂടി വെച്ച് അതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത് ഇപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് ഇഷ്ടമാണെങ്കിൽ കടുക് പൊട്ടിക്കുന്ന ടൈമിൽ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ.